നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമർദ്ദനമേറ്റ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയുടെ തന്ന പേരിൽ ലഭിച്ച പരാതിയിൽ ദുരൂഹത. സിദ്ധാർത്ഥനെതിരെ പരാതിയിൽ മൊഴിയെടുക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിളിപ്പിച്ചെങ്കിൽ പെൺകുട്ടി ഹാജരായില്ല. കേസ് അന്വേഷണത്തിന് CBI എത്തുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുക ഈ കുട്ടിയാകും. തൃശൂരുകാരിയെ പെൺകുട്ടി നിലവിൽ ഒളിവിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ 97 പേരാണ് മൊഴി നൽകിയത്. സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായ വിവരം പുറത്തു പറയരുതെന്ന് ഡീൻ നിർദ്ദേശിച്ചെന്ന് മറ്റൊരു വിദ്യാർത്ഥി മൊഴി നൽകി. ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ മുഖേന ലഭിച്ച പരാതികളിൽ UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളിൽ ഒരാൾ ഇത്തരത്തിൽ മൊഴി നൽകിയത്. സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട്. ഇതോടെ ഡീനും കുടുങ്ങും. ഈ കുട്ടി CBIക്ക് മുമ്പിൽ മൊഴി നൽകിയാൽ ഡീനും പ്രതിയാകും. ഡീനിന്റെ പ്രസംഗ വീഡിയോയും പുറത്തു വന്നിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുത്തപ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിലുണ്ടായിരുന്നതായി വിദ്യാർത്ഥികളിൽ ഒരാൾ സ്ക്വാഡിന് മൊഴി നൽകി. ഫെബ്രുവരി 26, 27, 28, മാർച്ച് 1 തീയതികളിലാണ് UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തത്. കഴിഞ്ഞ മാസം 15-ന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ പ്രതിപട്ടികയിലുള്ള രഹാൻ ബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്ന് യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തിയത് മുതൽ സംഭവിച്ചതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡ് മുമ്പാകെ വെളിപ്പെടുത്തിയത്. 18-ന് ഉച്ചകഴിഞ്ഞ് സിദ്ധാർത്ഥനെ മുറിയിൽ കണ്ടില്ല. മുട്ടി വിളിച്ചിട്ടും ബാത്റൂം തുറന്നില്ല. ഇതേ തുടർന്ന് ബാത്റൂം വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊഴി. സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നതുപോലുള്ള പീഡനം മുമ്പ് ഹോസ്റ്റലിൽ 2 പേർക്ക് അനുഭവിക്കേണ്ടി വന്നതായും നടപടി സ്വീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകിയ വിവരവും ഇടക്കാല റിപ്പോർട്ടിലുണ്ട്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് തുറക്കും. കോളേജിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പസിലും ഹോസ്റ്റലിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷയൊരുക്കാൻ വൈസ് ചാൻസലർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചിരുന്നു. വൈസ് ചാൻസലർ നിയമിച്ചത് സർക്കാരാണ്. JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ 5-നാണ് കോളേജ് അടച്ചത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്ന ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. കോളേജിൽ കുട്ടികൾ സുരക്ഷിതമായിരിക്കുമെന്ന ഉറപ്പ് കോളേജ് അധികൃതർ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കൂടുതൽ സുരക്ഷയൊരുക്കി. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലിന്റെ ചുമതലയും നൽകി. കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ്. ഹോസ്റ്റലിൽ CCTVയും സ്ഥാപിച്ചു. കോളേജ് തുറന്നാലും സിദ്ധാർത്ഥനെതിരായ പരാതി നൽകിയ പെൺകുട്ടി വരാൻ സാധ്യത കുറവാണ്. താലിബാൻ ശൈലിയിൽ ഭീകര സംഘടനകളുടെ മാതൃകയിലാണ് സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിൽ SFI നേതാക്കൾ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയതെന്ന് പറയുകയാണ് സിദ്ധാർത്ഥന്റെ അമ്മ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലുള്ളത്. സഹപാഠികളിൽ നിന്നാണ് എല്ലാം മനസ്സിലാക്കിയത്. CBI അന്വേഷണത്തിന് സർക്കാർ വിജ്ഞാപനമിറക്കി. ഇതോടെ അതിവേഗം CBI അന്വേഷണം തുടങ്ങും. ഫെബ്രുവരി 16 മുതൽ 18 വരെ 3 ദിവസം SFI നേതാക്കളുടെയും കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് 20 വയസ്സുള്ള തന്റെ മകന്റെ മരണത്തിന് കാരണമായതെന്നും അമ്മ പറയുന്നു. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തന്റെ മകൻ നേരിട്ട ക്രൂര വിചാരണ ആദ്യം പുറത്തു പറഞ്ഞത്. ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും അടിക്കുകയായിരുന്നു. ആന്തരിക മുറിവുകളുണ്ടായി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത്. ഇത് കൊലപാതകമാണെന്നും കുടുംബം പറയുന്നു.